ഒന്നിൽ കൂടുതൽ നടന്മാരെ സ്നേഹിച്ച് മറ്റു നടന്മാരെ വിവാഹം കഴിച്ച നടിമാർ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമതായി ഐശ്വര്യ റോയ്. ലോകസുന്ദരി എന്നറിയപ്പെടുന്ന ഐശ്വര്യ റായ്ക്ക് മോളിവുഡിൽ മാത്രമല്ല തമിഴിലുമുണ്ട് നിരവധി ആരാധകർ. നടൻ സൽമാൻ ഖാനെയാണ് ഐശ്വര്യ റോയ് ആദ്യമായി പ്രണയിച്ചത്. എന്നാൽ ചില കാരണങ്ങളാൽ ഇരുവരുടെയും ബന്ധം ബ്രേക്കപ്പ് ആവുകയായിരുന്നു. അതിനുശേഷം നടനായ വിവേക് ഒബ്രയുമായി പ്രണയത്തിലായി. എന്നാൽ ഇരുവരുടെയും ബന്ധവും അധികനാൾ നീണ്ടുനിന്നില്ല. ആ റിലേഷൻഷിപ്പും ബ്രേക്കപ്പായി. അതിനുശേഷം അഭിഷേക് ബച്ചനുമായി പ്രണയത്തിലാവുകയും ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും വിവാഹിതരാവുകയും ചെയ്തു. എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ട പ്രണയം എന്ന് പറയട്ടെ സൽമാൻ ഖാന്റെയും ഐശ്വര്യ റോയുടെയും പ്രണയമായിരുന്നു. അത് സിനിമാ ലോകത്ത് തന്നെ ഞെട്ടിച്ച ഒരു വാർത്തയുമായിരുന്നു. ബ്രേക്കപ്പിന് ശേഷം ഐശ്വര്യ റോയിയുടെ അപ്പാർട്ട്മെന്റിൽ നടുരാത്രിയിൽ വന്ന് പേടിപ്പെടുത്തുമത്രേ. വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യും സൽമാൻ ഖാൻ. ഇങ്ങനെ പറഞ്ഞ് സൽമാൻ ഖാനെതിരെ ഐശ്വര്യ റോയ് കേസ് ഫയൽ ചെയ്തിരുന്നു. ബോളിവുഡിലും തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമെല്ലാം നിരവധി ആരാധകരെ സൃഷ്ടിച്ച നടിയാണ് നയൻതാര. താരത്തിന്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാറുമുണ്ട്. ലേഡി സൂപ്പർ സ്റ്റാർ പട്ടം തനിക്ക് വേണ്ട, അത് തനിക്ക് ചേരില്ല എന്ന് പറഞ്ഞ് നിരസിച്ച നടി കൂടിയാണ് നയൻതാര. നടൻ സിംബുവിനോടായിരുന്നു നയൻസിന്റെ ആദ്യ പ്രണയം. ഇരുവരുടെയും പ്രണയം വല്ലഭൻ സിനിമയ്ക്ക് ശേഷമായിരുന്നു പൂവണിഞ്ഞത്. ഒരു കാലത്ത് ഒരു നല്ല പേരായിരുന്ന ഇരുവരും പെട്ടെന്നായിരുന്നു ബ്രേക്കപ്പ് ആയത്. നല്ല താരദമ്പതികളായി ജീവിക്കും, വിവാഹം കഴിക്കും എന്നൊക്കെ പ്രേക്ഷകർ വിചാരിച്ച ഇവർ എത്ര പെട്ടെന്നാണ് ബ്രേക്കപ്പ് ആയതെന്ന് ആർക്കും അറിയില്ല. അതിനുശേഷം നയൻസിന്റെ പ്രണയം പ്രഭുദേവയോടായിരുന്നു. ഏറ്റവും തീവ്രമായുള്ള പ്രണയമായിരുന്നു പ്രഭുദേവയുടെയും നയൻസിന്റെയും. പ്രഭുദേവയ്ക്ക് വേണ്ടി മതം മാറിയ നയൻസിന് വേണ്ടി വിവാഹബന്ധം വേർപെടുത്തിയ പ്രഭുദേവ. ഇരുവരുടെയും പ്രണയം സിനിമാ ലോകം ആകെ ആടിയുലഞ്ഞു. എല്ലാത്തിനുമൊടുവിൽ ഇരുവരും വേർപിരിയുകയുണ്ടായി. ഇതിനെല്ലാം ശേഷം അഭിനയവുമായി മുന്നോട്ടു പോയ നയൻതാരയെ ഞാനും റൗഡിതാൻ എന്ന സെറ്റിൽ വെച്ചാണ് വിഘ്നേഷ് ശിവനുമായി അടുപ്പത്തിലാകുന്നത്. വിഘ്നേഷ് ശിവനും നയൻതാരയും പ്രണയത്തിലായി വിവാഹിതരായി. ഇരുവരുടെയും പ്രണയം, വിവാഹം, മക്കൾ ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു. അടുത്തതായി സ്നേഹ. നിരവധി ആരാധകരുള്ള നടിയാണ് സ്നേഹ. ആദ്യകാലത്ത് തന്നെ നിരവധി ആരാധകരെ സമ്പാദിച്ച സ്നേഹയ്ക്ക് ആദ്യകാലത്ത് തമിഴിലും മലയാളത്തിലുമായി ഒരു ആരാധന വൃന്ദം തന്നെ സ്നേഹയ്ക്കുണ്ടായിരുന്നു. ഒരു തിരക്കുള്ള നടി, ഇരിക്കാൻ പോലും സമയമില്ലാതെയുള്ള സിനിമ. വിജയ്, സൂര്യ, അജിത് അങ്ങനെ ഒട്ടുമിക്ക നടന്മാരുടെയും ജോഡിയായിരുന്നു സ്നേഹ. അങ്ങനെയിരിക്കെ ഏപ്രിൽ മാദത്തിൻ എന്ന സിനിമയിലൂടെ ശ്രീകാന്തുമായി ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നു. രണ്ടാമത്തെ സിനിമയിലും കമ്മിറ്റഡ് ആകും. അങ്ങനെ സ്നേഹയും ശ്രീകാന്തും സൗഹൃദത്തിൽ നിന്ന് പ്രണയത്തിലേക്ക്. ഇരുവരുടെയും വിവാഹം ഉടനെ ഉണ്ടാകുമെന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇരുവരും ചില കാരണങ്ങളാൽ വേർപിരിഞ്ഞു. തുടർന്ന് സ്നേഹ പ്രസന്നയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. ഇപ്പോൾ ഇരുവരും നല്ല താരജോഡികളാണ്. സന്തോഷമായി കഴിയുന്ന താരകുടുംബം. അടുത്തതായി സിമ്രാൻ. ഇക്കാലത്ത് എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ നടിയായിരുന്നു സിമ്രാൻ. സിമ്രാന്റെ സിനിമയിലെ ഡാൻസുകൾക്ക് തന്നെ ഒരു വലിയ ആരാധനാ വൃന്ദം ഉണ്ടായിരുന്നു. സിമ്രാന്റെ ഗോസിപ്പോ ഇങ്ങനെ. പഞ്ചതന്ത്രം എന്ന സിനിമയിലൂടെ കമൽ ഹാസനുമായി സിമ്രാൻ പ്രണയത്തിലാണെന്നും എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ വാർത്തകൾ തനിയെ മായപ്പെട്ടു. തുടർന്ന് ഡാൻസ് മാസ്റ്റർ രാജസുന്ദരനുമായി സിമ്രാൻ പ്രണയത്തിലായി. പിന്നീട് ആ ബന്ധവും ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഇനി സിനിമാ മേഖലയിൽ നിന്നും ഒരു വിവാഹം വേണ്ട എന്ന് സിമ്രാൻ തീരുമാനിച്ചു. അങ്ങനെ സിമ്രാൻ തന്റെ ഉറ്റ സുഹൃത്തിനെ വിവാഹം കഴിച്ചു. തമിഴ് ഇൻഡസ്ട്രിയിൽ ആരാധകരുള്ള നടിയായിരുന്നു അഞ്ജലി. അഞ്ജലിയുടെയും ജയയുടെയും റിലേഷൻഷിപ്പ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയായിരുന്നു. പ്രണയത്തിലായ അഞ്ജലിയും നടൻ ജയും ഇരുവരും ഒരുമിച്ച് ഒരു വീടെടുത്ത് താമസിക്കുകയായിരുന്നു. ലിവിംഗ് ടുഗദറിലായ ഇവർ ഉടനെ തന്നെ വിവാഹിതരാകുമെന്ന് പ്രേക്ഷകർ കരുതി. എന്നാൽ നായിക വർഷങ്ങൾക്ക് ശേഷമുള്ള ലിവിംഗ് ടുഗദർ, അതായത് റിലേഷൻഷിപ്പിന് ശേഷം ജയയുടെയും ബ്രേക്കപ്പ് രണ്ടുപേരെയും വളരെയധികം തളർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും സിനിമയിൽ നിന്ന് കുറച്ചധിക കാലം വിട്ടുനിന്നിരുന്നു.